ഇന്ന് പഠിക്കാനുള്ളത് സൂറത്തുൽ യാസീനിലെ 16-ാമത്തെ ആയത്ത്. സൂറത്തുൽ യാസീൻ നമ്മൾ പഠിച്ചപ്പോൾ ആയത്തുകൾ ബോധ്യമുണ്ട്. മൂന്ന് പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാട്ടിലേക്ക് നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട ആ ഗ്രാമത്തിൽ നടന്ന സംഭവമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിപ്പോൾ ഈ കേട്ട ആയത്തിൽ അവസാന ഭാഗത്ത് അല്ലാഹു വിവരിക്കുന്നത്. അവർ പറഞ്ഞ പ്രവാചകന്മാർ പറഞ്ഞതും പ്രവാചകന്മാരോട് ആ ജനത തിരിച്ചു മറുപടി പറഞ്ഞതും ആ പ്രവാചകന്മാർ അവരോട് മറുപടി പറഞ്ഞു. ഏതോ ഒരു നാട്ടിൽ നമുക്ക് യാതൊരു പരിചയമോ ബന്ധമോ ഇല്ലാത്ത ഒരു നാട്ടിൽ നടന്ന ഒരു സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് അവർ സ്ഥിരമായി ഓതുകയും പാരായണം ചെയ്യുകയും
വിഷയമായിട്ട് മറക്കാതെ എന്നും ഓർമ്മയിൽ നിൽക്കേണ്ട വിഷയമായിട്ട് എന്തിനു പറഞ്ഞു എന്ന് ബോധ്യപ്പെടണമെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ആയത്തുകളെ തദബ്ബർ ചെയ്ത് ശരിക്ക് വിശകലനം ചെയ്ത് പഠിക്കാൻ സാധിക്കും. അപ്പോൾ മാത്രമേ ബോധ്യപ്പെടുള്ളൂ. നമ്മള് 15ാമത്തെ ആയത്ത്, കഴിഞ്ഞ ക്ലാസ് 15ാമത്തെ ആയത്താണ് പഠിച്ചത്. നമുക്ക് 16 പഠിക്കാനുണ്ട്. അപ്പൊ 15ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ജനങ്ങള് ഈ 3 പ്രവാചകന്മാരോട് പറഞ്ഞ മറുപടിയാണ്. 2 ആളെ അള്ളാഹു നിയമിച്ചു. എന്നിട്ട് 2 ആൾക്ക് ശക്തി പകരാൻ 3-ാമതൊരാളെ വിസാരിച്ചു. എന്നിട്ട് അവര് വന്ന് പറഞ്ഞത് ഞങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ദൈവദൂതന്മാരാണ്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കണം. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ആദനബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം നൂഹ് നബി മുതൽ ഒരുപാട് പ്രവാചകന്മാരോട് ജനങ്ങൾ പറഞ്ഞ മറുപടി എന്തായിരുന്നു? അതായത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വിഷയമായിരുന്നു. കാരണം ഞങ്ങളെക്കാൾ നിനക്ക് എന്ത് യോഗ്യത എന്നൊരു ചോദ്യം. ഇത് ഞങ്ങളും മനുഷ്യന്മാരാണ്, നിങ്ങളും മനുഷ്യന്മാരാണ്. അതാണ്. അപ്പൊ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരെ മാത്രമാണ്. ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന് ശേഷം പറഞ്ഞ അൻസല റഹ്മാൻ ചെയ്യുന്ന, അപ്പൊ ഈ പ്രവാചകന്മാരുടെ കാലത്ത് അല്ലാഹു റഹ്മാനാണ് എന്ന് അംഗീകരിച്ച ആൾക്കാരായിരുന്നു മനസ്സിലായി. മക്കത്തെ മുശ്രിക്കുകളൊന്നും എന്താ അംഗീകരിച്ചിട്ടില്ല? അല്ലാഹു റഹ്മാനാണ് എന്ന് അംഗീകരിച്ചിട്ടില്ല. അതറിയാൻ എല്ലാവർക്കും അറിയാലോ. അള്ളാഹ് അവർ അംഗീകരിച്ചു, അള്ളാഹ് അറിയാം. പക്ഷെ അല്ലാഹു റഹ്മാനാണ് എന്ന് അവർ അംഗീകരിച്ചത്. അതുകൊണ്ടാണല്ലോ ദേവിയാസത്തിന്റെ സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതിയപ്പോ ബിസ്മില്ലാഹ് പറഞ്ഞ് മതി, റഹ്മാൻ റഹീം എഴുതണ്ടെന്ന് പറഞ്ഞത് അറിയാതെ വിഷയമല്ലോ. അല്ലാഹു റഹ്മാനാണ് അംഗീകരിച്ചത്. ഇവിടെ ഈ സമൂഹം റഹ്മാനായ റബ്ബ് യാതൊന്നും ഇറക്കിയിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന സിഫത്ത് അംഗീകരിച്ചിരുന്ന ആൾക്കാരായിരുന്നു ആ നാട്ടിലുണ്ടായിരുന്ന ആൾക്കാർ. എന്നിട്ട് പോലും അവർക്ക് ശരിയായ അള്ളാഹുവിന്റെ വിശ്വാസം ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ ഇത് അള്ളാഹിനെ മനുഷ്യന്മാരാരും അള്ളാഹിനെ കാണാൻ കഴിയില്ല. അള്ളാഹുവിനെ അറിയാൻ, അള്ളാഹിനെ മനസ്സിലാക്കാൻ അള്ളാഹു തആല അവന്റെ വഹി നൽകി പ്രവാചകന്മാരെ മനുഷ്യരിൽ തെരഞ്ഞെടുത്തുകൂടാ ചെയ്യാം. അപ്പൊ അവര് പറഞ്ഞു തരുന്നത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അള്ളാഹിനെ പറ്റുന്ന അറിവ് അങ്ങനെ ഉണ്ടാകും. ഇവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. കാരണം അവർ പറഞ്ഞത് ഇത് പിന്നെ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടുണ്ടാവും. ആവർത്തിക്കുന്നില്ല. ഖുർആനിലെ വിഷയം ഇങ്ങനെ പറഞ്ഞു. ഈ സമയത്ത് ഈ പ്രവാചകന്മാർ സഹായകർ നമുക്ക് പഠിക്കാനുള്ള ആയത്താണ്. എന്താ ആയത്ത്? 16ാമത്തെ ആയത്ത് നോക്കി. അല്ലല്ല, അവിടെ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇന്ന എന്നുള്ള ശ്രദ്ധയുള്ള നൂന് അത് മുന്നത്ത് കൊടുക്കണം. അതേ നമുക്ക് അവിടെ മദ്ദുണ്ട്, നീട്ടും വേണം. അതേ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന് ഓതി ആ 2015-16 കൂടി നാം ഓതിയിട്ടില്ല. അത് കല്യാണം 18-16 അവിടെ മദ്ദും രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ശ്രദ്ധയുള്ള നൂലാണ്, ഉന്നത്ത് കൊടുക്കണം, നീട്ടണം. അതാണ് നമുക്കത് ആ ഭാഗത്ത് ആ ആയത്തിൽ ശ്രദ്ധിക്കാനുള്ള തജ്വീദ് നിയമം അത്രയോ. ഒന്നുകൂടി ചോദിക്കട്ടെ.
പറഞ്ഞപ്പോൾ ഇനി അതിന്റെ അർത്ഥങ്ങൾ ശ്രദ്ധിക്കും. കേൾക്കണില്ല, സ്ത്രീകൾ കേൾക്കണില്ല. അപ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ആയത്തിൽ ചെറിയൊരായത്ത്, പക്ഷെ ഈ ആയത്ത് നമ്മുടെ ഈമാനിനെയും ശ്രദ്ധിക്കണം, നമ്മുടെ ഈമാനിനെയും നമ്മുടെ തഖ്വയെയും നമ്മുടെ തവക്കുലിനെയും എല്ലാം ചൂഴ്ന്നു നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ്. ചെറിയ ആയത്ത്, ഇതിലൊന്നുമില്ല. റബ്ബുന ആരും അവര് പറഞ്ഞു, ആര്? ഈ പ്രവാചകന്മാർ. കാരണം ഈ പ്രവാചകന്മാരെ ഈ നാട്ടുകാര് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അവര് നിഷേധിച്ചു, അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഈ സമയത്ത് ഈ പ്രവാചകന്മാർ നിസ്സഹായരാണ്. കാരണം ഇതെപ്പോഴാ ബോധ്യപ്പെടാൻ നമ്മള് മനസ്സറിഞ്ഞ ഒരാളോട് ശ്രദ്ധിക്കണം. മനസ്സറിഞ്ഞ ഒരാളോട് നമ്മളൊരു ഉപദേശം പറയും, അത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാന്ന് വിചാരിച്ചോളൂ, വേണ്ടപ്പെട്ടവരാന്ന് വിചാരിച്ചോളൂ. ആ വ്യക്തി നമ്മൾ ആരോടാണോ പറഞ്ഞത്, ആ വ്യക്തി നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു വില കൊടുത്തില്ല, വില കൽപ്പിച്ചതേ ഇല്ല, അയാൾ അംഗീകരിച്ചതേ ഇല്ല. ആ സമയത്ത് പറയുന്ന നമുക്കുണ്ടാകുന്ന ഒരു വേദന, അല്ലെ, ഒരു നിസ്സഹായമായ ഒരു അവസ്ഥയുണ്ട്, അതോടൊപ്പം ഒരു വേദന ഉണ്ട്. അത് ആരോടാണോ നമ്മൾ പറയുന്നത്, ഏത് വിഷയമാണോ പറയുന്നത്, അതിനനുസരിച്ചിട്ടാണ് ആ വേദന ഉണ്ടാവുക. അപ്പൊ നമ്മൾ പറയുന്നത് സ്വന്തം മക്കളോടായിരിക്കാം, സ്വന്തം മക്കൾ വൈദ്യുതി പോവാണ്. അവരിങ്ങനെ ജീവിച്ചാൽ ഇഹലോകം അവർക്ക് നഷ്ടപ്പെടും, പരലോകം നഷ്ടപ്പെടും. ഇത് നമുക്ക് ശരിക്കറിയാം, ഇത് നമ്മൾ ശരിക്കും കാണുകയാണ്. കാരണം നിസ്കാരമില്ല, ഈമാനില്ല, തഖ്വയില്ല, ഒന്നുമില്ല, വെറും ഭൗതികമായി മാത്രം ചിന്തിച്ച് ജീവിക്കാം. അങ്ങനെ പോകുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ, ഒരു പക്ഷേ ഇഹലോകത്തും അവർക്ക് തകർച്ച സംഭവിക്കാം, പരാജയപ്പെടാം. അപ്പൊ നമ്മള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു നമുക്കുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ട്, നാട്ടിലൊരു നമ്മൾ അറിയപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ മക്കൾ വരുമ്പോൾ ഇവർ ഈ പോക്ക് പോയാൽ ഇവരുള്ളതെല്ലാം അവരെ മുടിക്കും, സാമ്പത്തികമായി തകരും, ദുരിയാവർക്ക് പോകും, എന്ന് മാത്രമല്ല പരലോകം പോകും. ഇത് നമ്മൾ കാണുമ്പോൾ മക്കളോട് മനസ്സും തട്ടി മനസ്സുരുകി നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് അവർ നിഷേധിച്ചാൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും മനസ്സിലാക്കുക. ഇവരെ നാട്ടുകാരെന്ന് പറയുമ്പോൾ ആ ഒരു കറിയത്തൊരു ഗ്രാമം, ഒരു കൊച്ചു ഗ്രാമം, കുറച്ച് ആൾക്കാരുടെ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലെ നാട്ടുകാര് നരകത്തിലേക്കാണ് പോണത്. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല. ഇവർ മരിച്ചാൽ എവിടേക്ക് എത്തും? നരകത്തിലേക്ക് എത്തും. ഇത് അറിയുന്ന ആൾക്കാരാണ് മനസ്സിൽ തട്ടി. കാരണം ഇനി അവർ പറയാൻ പോണ വാക്കുകളൊക്കെ ഉണ്ട്, ശേഷം പറയാൻ പോണ വാക്കൊക്കെ ഉണ്ട്, അത് നമുക്ക് മനസ്സിലാവും. ഞങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾക്ക് ദുനിയാവിലൊന്നും വേണ്ട, ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് ഒറ്റ ഉദ്ദേശം മാത്രം, നിങ്ങൾ ഹിദായത്തിലാവണം, ഹിദായത്തിന്റെ മാർഗങ്ങൾ സ്വീകരിക്കണം എന്നവർ പറയുന്ന വാക്കുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഈ ഒരു കാര്യം ജനങ്ങളോട് പറഞ്ഞ അവരുടെ പ്രതികരണം വളരെ മോശപ്പെട്ട പ്രതികരണമാണ്. ഈ സമയത്ത് അവർ പറഞ്ഞ വാക്കാണ് ഇത്. ഞാനിവിടെ പറയാനുള്ള കാരണമാണ്, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഈ ഒരു വാക്ക് നമുക്ക് ആവശ്യം. എന്തെന്നറിയാം, കാലു അവര് പറഞ്ഞു. ഈ കാലു എന്ന് പറഞ്ഞത് പ്രവാചകന്മാരാണ്. കാല എന്ന് പറഞ്ഞ ഒരു പ്രവാചകനാണ്. കാല എന്ന് പറഞ്ഞാൽ രണ്ടാണ്. കാലു എന്ന് പറഞ്ഞാലോ രണ്ടിൽ കൂടുതൽ. ഇവിടെ എത്ര ആൾക്കാരുണ്ട്? ഇവിടെ എത്ര പ്രവാചകന്മാരുണ്ട്? 3 ആളുണ്ട്. അതുകൊണ്ടാണ് കാലു എന്ന് പറഞ്ഞത്. അവര് പറഞ്ഞു റബ്ബുന ഞങ്ങളുടെ റബ്ബിന. ഇത് വല്ലാത്തൊരു വാക്ക്. ഞങ്ങൾ റബ്ബിനറിയാം. എന്ത്? ഇന്നാ തീർച്ചയായും ഞങ്ങൾ ഇലയിക്കും നിങ്ങളിലേക്കുള്ള മുർസലൂൻ ദൈവദൂതന്മാരാണ്. അതിന്റെ മുന്നിൽ ഒരു വാക്ക് വേറുണ്ട്. മുർസലൂന്റെ മുന്നിൽ ഒരു അക്ഷരമുണ്ട്. ഇല്ല തന്നെ തന്നെ ഉറപ്പിക്കാനുള്ള ലാമാണ്. ഞങ്ങൾ നിങ്ങളിലേക്കുള്ള ദൈവദൂതന്മാർ തന്നെയാണ് എന്ന് ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം, അള്ളാഹുവിനറിയാം. അതിലർത്ഥം മനസ്സിലായി? എന്താണ് കാലു? ഏതൊക്കെ ആൾക്കാരെ കണ്ട കാലു അവര് പറഞ്ഞു റബ്ബുന, ഞങ്ങൾ റബ്ബിന് യാലും പറയും. റബ്ബുന യാലം എന്ന് പറയാൻ കാരണം ശരിക്കും അറബി ഗ്രാമർ പ്രകാരം യാലമു റബ്ബുന എന്നാണ് പറയുന്നത്.
ഭാഷാ നിയമപ്രകാരം ക്രിയ ആദ്യം വരണം, പിന്നെയാണ് കർത്തവ്യം വരുന്നത്. ഫിഇലും ഫായിലും അങ്ങനെ വരുന്നത്. ഫിഇലും ഫായിലും അങ്ങനെ വരുന്നത്. ഇവിടെ ഫായിൽ മുഖദ്ദമാണ്. അത് യഅലമു റബ്ബുന എന്ന് പറഞ്ഞ പകരം റബ്ബുന യഅലമു എന്നാ പറഞ്ഞത്. അങ്ങനെ പ്രയോഗിക്കുമ്പോൾ ആ വാക്കിന് ചില ശക്തിയുണ്ട്. ഏതുപോലെ നഅ്ബുദു ഇയ്യാക എന്നാ പറയുന്നത്. അതിന് പകരം എന്ത് പറഞ്ഞു? ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞു. നമ്മൾ പണ്ട് പഠിച്ചതാണ്. അതിനൊരു ശക്തി, അത് മഫ്ഊലാണ് മുഖദ്ദമായി, ഇവിടെ ഫായിലാണ് മുഖദ്ദമായി എന്ന് പറഞ്ഞാൽ ആ വാക്കിന് ഒരു ശക്തി ഉണ്ട്. യഅലമു റബ്ബുന എന്ന് പറഞ്ഞതും റബ്ബുന യഅലമു എന്ന് പറഞ്ഞതും തമ്മിൽ അതങ്ങനെ തന്നെയാണല്ലോ അല്ലെ? ചില സമയത്ത് നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഹായമായ അവസ്ഥയിൽ മനസ്സ് വേദനയ്ക്കിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പടച്ചോനക്ക് ഇതൊക്കെ അറിയാം, എന്റെ പടച്ചോന് ഇതെല്ലാം അറിയാം, അള്ളാഹ്ക്ക് ഇതൊക്കെ അറിയാം. ഈ ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കും ചില സമയത്ത് പറയേണ്ടി വരും. ഈ പ്രവാചകന്മാരെ വാക്ക്, ഇതൊരു പ്രവാചകന്മാര് പറഞ്ഞ വാക്ക് അതെന്തോ കാലത്ത് കഴിഞ്ഞുപോയി. പക്ഷെ അള്ളാഹ് സൂറത്ത് യാസീനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഈ വാക്ക് റബ്ബുനായാലും, കാരണം ഈ ഒരു വാക്കിനെ നമ്മൾ തദബ്ബുർ ചെയ്യുമ്പോൾ ഖുർആനിൽ മറ്റു ചില കാര്യങ്ങൾ കാണാം. അത് ഞാൻ പറയാം. അതിന് മുമ്പ് അർത്ഥം ഒരുമിച്ച് അർത്ഥം. അവർ പറഞ്ഞു, അവർ എന്നിട്ട് ബ്രാക്കറ്റ് ദൈവദൂതന്മാർ. അവർ ബ്രാക്കറ്റില് ദൈവദൂതന്മാർ പറഞ്ഞു, ഞങ്ങളുടെ റബ്ബിനറിയാം, ഞങ്ങളുടെ രക്ഷിതാവിനറിയാം, ഞങ്ങൾ നിങ്ങളിലേക്കുള്ള ദൈവദൂതന്മാർ തന്നെയാണ് എന്ന്. ദൈവദൂതന്മാർ തന്നെയാണ് എന്ന്. ഇനി ആയത്തൊന്ന് കാണുന്നത് ഒരു ആരോ ആരോ റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ. അതൊക്കെ ആയത്ത് നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ അർത്ഥം മനസ്സിൽ ഉൾക്കൊള്ളുക. അന്ന് പറഞ്ഞ ആരോ റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ഒന്ന് പഠിക്കാം. ഞാൻ ഈ ആയത്തിന് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ആയത്തുകളെ ഈ ആയത്തുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത്. അതാണ് ഇതിന്റെ തദബ്ബുർ. ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മുടെ എന്റെ റബ്ബിനറിയാം എന്ന് പറയുമ്പോൾ അതിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട ഒരു വിഷയം എന്തായിരിക്കും അറിയാം. ചിലപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട വിഷയം നമ്മൾ നിരപരാധിയായിട്ട് കൂടി എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ പ്രതി ചേർക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകും.
അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കേണ്ട ഏറ്റവും നമ്മളുമായി അടുത്ത ആൾക്കാരെ നമ്മളെ മനസ്സിലാക്കാതെ വരും. ഇങ്ങനെ ഒരു സന്ദർഭം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം അതായിരിക്കും. ആണോ അല്ലേ? തീർച്ചയായിട്ടും അല്ലെ? തീർച്ചയായിട്ടും. ഒന്ന്, നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നമ്മളുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട അടുത്ത ആൾക്കാരാണ് അല്ലെ? അവര് നമ്മളെ തള്ളി പറഞ്ഞു. നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത വിഷയത്തിൽ നമ്മൾ പ്രതികരിക്കപ്പെട്ടു. നമ്മളെ മാനം പോയി. നമ്മൾ വളരെ മോശപ്പെട്ട ഒരു കാര്യത്തിൽ നമ്മളെ മേലിൽ ഒരു ആരോപണം ഉണ്ടായി. എന്നിട്ട് നമ്മളെ കൂടെ നിൽക്കേണ്ട നമ്മളെ ഭാര്യയാണ് ആദ്യം നമ്മളെ തള്ളിപ്പറഞ്ഞത്. നമ്മളെ കൂടെ നിൽക്കേണ്ടിയിരുന്ന, വർഷങ്ങളോളം നമ്മളെ കൂടെ ജീവിച്ച, നമ്മളെ എല്ലാം അറിയുന്ന നമ്മുടെ ഭാര്യ, കൂടെ നിൽക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഭാര്യ തള്ളിപ്പറഞ്ഞു, മക്കൾ തള്ളിപ്പറഞ്ഞു, മാതാപിതാക്കൾ തള്ളിപ്പറഞ്ഞു, നാട്ടുകാർ തള്ളിപ്പറഞ്ഞു. ഇങ്ങനെ ഒരു അവസ്ഥ ഒരു മനുഷ്യൻ, പക്ഷെ നമുക്കാർക്കും അങ്ങനെ ഉണ്ടാവാത്തത് കൊണ്ട് ചിലപ്പോൾ പക്ഷെ നമുക്കത് അറിയാതെ പോകും, ഉൾക്കൊള്ളാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. അതേ സമയത്ത് ഇത്തരം ഒരു അവസ്ഥ ആദ്യത്തെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം സത്യപ്പെടുത്ത അള്ളാന്റെ ഈ ആയത്തിനെ, പരിശുദ്ധ ഖുർആന്റെ ഈ ആയത്തിനായിരിക്കും ആദ്യം ആ വ്യക്തി സത്യപ്പെടുത്തുക. ഇങ്ങനൊരു അനുഭവമുള്ള ഒരാൾ ഈ ആയത്ത് പഠിച്ചാൽ അയാൾ അതിന്റെ പേരിൽ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ആ സങ്കടത്തിനുള്ള ശിഫയാണ് സഹോദരങ്ങളെ ഈ ആയത്ത്. ഖുർആൻ എങ്ങനെയാണ് ഷിഫാഉൽ ലിമാഫി സുദൂറാകുന്നത്? മനുഷ്യന്റെ നെഞ്ചകത്തുള്ള വിഷയങ്ങൾക്ക്, മനുഷ്യന്റെ ഹൃദയത്തിനകത്തുള്ള വേദനകൾക്ക്, വേദനകൾക്ക്, സങ്കടങ്ങൾക്ക് എങ്ങനെയാണ് ഖുർആൻ ഷിഫയാകുന്നത്? അത് അനുഭവിച്ചറിയാവുന്നതാണ്. വയത് പറയാനുള്ളതല്ല, എവിടെയെങ്കിലും കേൾക്കാനുള്ളതല്ല, അത് അനുഭവിച്ചറിയാനുള്ളതാണ്. ഇങ്ങനൊരു അവസ്ഥ ഒരാൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഈ ആയത്ത് കേട്ടാൽ, ഈ പറയുന്ന ഈ ക്ലാസ് ഒന്ന്, ഞാൻ ഈ പറയുന്ന എന്റെ വാക്ക് ഇതൊന്ന് കേൾക്കാൻ ഒരാൾക്ക് അവസരം ഉണ്ടായാൽ അയാൾ ആദ്യം സത്യപ്പെടുത്തുക ഈ ഖുർആൻ സത്യമാണെന്ന്. ഇവിടെയാണ് ഈ ആയത്തിന്റെ പ്രസക്തി. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ആയത്ത് ഞാൻ പരിചയപ്പെടുക. ആയത്ത് എവിടെ നിറയുന്നത്? സൂറത്ത് ഇബ്രാഹിമിലാണ് ആയത്തുള്ളത്. സൂറത്ത് ഇബ്രാഹിം മറിക്കണ്ട അത് കേട്ടാ മതി, സമയമില്ലാത്ത. സൂറത്ത് ഇബ്രാഹിമിലെ ആയത്ത് നമ്പർ ഞാൻ പറയാം. മുപ്പത്തി എട്ടാമത്തെ ആയത്ത്, ഇബ്രാഹിമിലെ 38. കേൾക്കാം, ശ്രദ്ധിച്ച് കേട്ടാ മതി. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ആരും നോക്കിയാൽ മതി. ഇബ്രാഹിം നബിയുടെ കഥ പറയണം, ശ്രദ്ധിക്കണം. ഇബ്രാഹിം നബിയുടെ കഥ പറയും. ഇബ്രാഹിം നബിയുടെ കഥയിൽ ഏറ്റവും സങ്കടകരമായ ചരിത്രം ഏതാ? അപ്പൊ ആളുകളൊക്കെ ഹജ്ജിന് പോണ സമയമാണ്. നമ്മളെ കൂട്ടത്തിൽ കുറെ ആൾക്കാർ ഉംറ കഴിഞ്ഞ് വന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, എനിക്ക് പറയാം. ശ്രദ്ധിക്കുക, ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഇടം നിൽക്കുന്നത്. ഇബ്രാഹിം നബിയുടെ ചരിത്രം എന്ന് പറഞ്ഞാല്, ഇബ്രാഹിം നബിയുടെ വാപ്പ ആസർ വിഗ്രഹത്തിനെ ആരാധിച്ച് ആ വിഗ്രഹത്തിന്റെ തല ഉടച്ച് അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഇബ്രാഹിം നബിയുടെ കഥ ഇങ്ങനെ പരന്ന് കിടക്കാൻ പോകാൻ. അത് ഏറ്റവും ഹൃദയസ്പർശമായ കഥ എവിടെയുള്ളതാണ്? ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ ഏറ്റവും ഹൃദയസ്പർശമായ കഥ ഉള്ളത് കഅബയും സംസമും സഫയും മറവയും ഒക്കെ നിൽക്കുന്ന ഹജ്ജിന്റെയും ഉംറന്റെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അർക്കാനുകൾ, ഭാഗങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെയുള്ള കഥയാണ് ഇബ്രാഹിം നബിയുടെ കഥയിൽ ഏറ്റവും ഹൃദയസ്പർശമായ കഥയാണ്. അതെന്താ? ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമ്മളൊക്കെ പ്രാർത്ഥിച്ച് അവസാനം പെട്ടെന്ന് നിരാശ ഉണ്ടാകാൻ പാടില്ല. നിരാശ ഉണ്ടാക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞ് അവസാനം ഒരു കുട്ടി ഉണ്ടാവുക എല്ലാ പ്രതീക്ഷയും കഴിഞ്ഞു. കാരണം ഒരു കുട്ടി ഉണ്ടാകുന്നതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ ആണിനും കൂടെ, അതൊക്കെ കഴിഞ്ഞു. അവസാനം അള്ളാഹു തആല, അത് അള്ളാന്റെ സഹായം എങ്ങനെ വരും? അതാണ് റബ്ബുനായ ആലം. നമ്മളെ എല്ലാ സബബുകൾക്കും അപ്പുറമാണ് റബ്ബിന്റെ തീരുമാനം. അതിലൊരു പ്രതീക്ഷ ഇല്ല അവർക്ക്. അതുകൊണ്ടാണ് ഇനി എങ്ങനെ ഉണ്ടാവുമെന്ന് നമ്മൾ ചില പരിധി വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാവുക നമ്മളെ ഉറപ്പിക്കാൻ. അവിടെയാണ് അള്ളാഹ് ഖുർആനിൽ പറയുന്നത്, പ്രവാചകന്മാരെ കഥയൊക്കെ പറഞ്ഞു, നമ്മുടെ പ്രതീക്ഷകൾക്കും കണക്കുകൂട്ടലുകൾക്കൊക്കെ അപ്പുറമാണ് റബ്ബിന്റെ തീരുമാനം ഉണ്ടാവുക. സന്താനം ഉണ്ടായി, ആ വാപ്പ എത്ര സന്തോഷമുണ്ടാവും,
ആ ഉമ്മ അത്ര സന്തോഷിച്ചിട്ടുണ്ടാവും അല്ലെ? എന്നിട്ട് നടന്ന് ഇറാഖിന്ന് വന്ന് മക്കത്ത് വന്ന് അവിടെ ഭാര്യയും കുഞ്ഞും ഇസ്മായിൽ എന്ന് പറഞ്ഞ ചെറിയ കുട്ടിയാണ് അവിടെ ആക്കി തിരിച്ചു പോകാൻ പറഞ്ഞ സംഭവം നമ്മൾ പലവട്ടം കേട്ടതല്ല, ഞാൻ കഥ പറഞ്ഞില്ല. തിരിച്ചു പോകാൻ വേണ്ടി പറയുന്ന ഒരു സന്ദർഭമുണ്ട്. ഏറ്റവും ബ്രാഹ്മണിയുടെ കഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ കണ്ണിനെ നനയിപ്പിക്കുന്ന സംഭവമാണ് ആ രംഗം. ആ സമയത്ത് ഞാൻ ആ ആയത്ത് ഇങ്ങനെ പല സൂറത്ത് ഇബ്രാഹിമില് ആ കഥ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പിന്നെ 37-ാമത്തെ ആയത്തിൽ ഞാൻ പറഞ്ഞ ആയത്ത് എത്രാമത്തെ ആയത്താണ്? 37-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം പറയണം റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈറ ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. പടച്ചോനെ എന്റെ മക്കളെ എന്റെ കുടുംബത്തെ ഞാനിതാക്കണം ആക്കിയിട്ട് പോവാണ് പടച്ചോനെ. കാരണം എന്താ? അള്ളാന്റെ കൽപ്പന ഉണ്ടെന്ത്? തിരിച്ചു പോകാൻ. മനസ്സിലായില്ലേ? തിരിച്ചു പോകാൻ കൽപ്പന ഉണ്ട്. അപ്പം ഒരു കാരണവും പറയാതെ പടച്ചോനെ ഞാൻ പോയാല് ആ അങ്ങേക്ക് തന്നെ നോക്കി വിളിച്ചാൽ ഓടി വരാൻ ആളില്ലാത്ത, ഒരു കൃഷിയില്ലാത്ത, ആൾതാമസം ഇല്ലാത്ത, ഒരു മനുഷ്യനില്ലാത്ത ഇന്നത്തെ മക്കല്ല. കഅബന്റെ അസ്ഥിവാരം പൊളിഞ്ഞ തറ മാത്രമേ ഉള്ളൂ. ജബലന്നൂർ അവിടെ ഉണ്ട്, മലകൾ കുറേ ഉണ്ട്, മനുഷ്യന്മാരില്ല അവിടെ, ഒരാളുകളും താമസമില്ല. അതാണ് അന്നത്തെ മക്ക. പ്രായത്തിൽ ഒരുപാട് മക്കളാണ്. ഒരു കുട്ടി താമസമില്ലാത്ത സ്ഥലമാണ്, വെറും മരുഭൂമിയാണ്, കുന്നുകളും മലകളും മാത്രമേ ഉള്ളൂ. അവിടെയാണ് ഒരു ഉമ്മനും ഈ പിഞ്ചു പൈതലിനെ ആക്കിയിട്ട് പോകാൻ പറഞ്ഞത്. എന്ത് സുരക്ഷിതത്താണ്! ആ എങ്ങനെ പോവുക? ആരെ ഒരു ഏൽപ്പിച്ചു പോകാൻ ഒരാളില്ല. രാത്രിയാവും, മരുഭൂമിയാണ്, കയ്യിലൊന്നുമില്ല, ദിവസങ്ങളായി തുടങ്ങിയ യാത്രയാണ്, വള്ളമില്ല. ഈ കുട്ടിക്ക് പൈതലിന് മുലപ്പാല് കൊടുക്കാൻ മുലപ്പാല് പോലും ഇല്ല. കാരണം എന്താ? ഈ ഉമ്മ വെള്ളം കുടിച്ചിട്ട് കാര്യം ദിവസങ്ങൾ കുറയായി, ആഴ്ചകൾ കുറയായി, അവര് ഭക്ഷണം കഴിച്ചിട്ട്. എന്നിട്ട് പോകാൻ വേണ്ടി പറയും. ആ ആയത്തിൽ അള്ള പറയുന്നു, ഞാനിതാ ഒരാളില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് ഒഴിവാക്കി പോകും. അപ്പൊ ആ പോകുന്ന സമയം എന്താണെന്നറിയാം? ഇബ്രാഹിം റസൂലാണല്ലോ. റബ്ബുനായഅലം, എന്താണ്? എനിക്ക് മക്കളെ തന്ന, എനിക്ക് മകനില്ലാതെ കരഞ്ഞ് ഞാൻ സങ്കടപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എനിക്ക് മകനെ തന്ന റബ്ബിനറിയാം. എന്ത് റബ്ബിനറിയാം? ഈ റബ്ബിന്റെ കൽപ്പനക്ക് പിന്നിൽ എന്താണെന്ന് എന്റെ റബ്ബിനറിയാം. ആ ആയത്ത് എങ്ങനെ ഞാൻ വായിക്കാൻ പറ്റുള്ളൂ. റബ്ബന ഈ സന്ദർഭം അല്ല പറയുന്നത്, ഈ കുട്ടിനെ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇബ്രാഹിമിന്റെ ഭാര്യനെ അവിടെ ആക്കിയിട്ട് പോകുന്ന സമയത്ത് ആ ആയത്ത് പറഞ്ഞിട്ട് അല്ല പറയാണ് തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് അവൻ അറിയുന്നത്, നീ അറിയും, നിനക്കറിയാം. മറച്ചു വെക്കുന്നതും പരസ്യമാക്കുന്നതും, ഞങ്ങൾ മറച്ചു വെക്കുന്നതും പരസ്യമാക്കുന്നതും എല്ലാം ആർക്കറിയാം? നിനക്കറിയാം. ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ അള്ളാനെ മറച്ചു വെച്ചിട്ട്, അള്ളാഹുവുമായി ബന്ധപ്പെട്ട് ഗോപിമാക്കി വെച്ച് മറച്ചു വെക്കുന്ന യാതൊന്നും ആകാശത്തോ ഭൂമിയിലോ ഇല്ല. അള്ളാഹ്ക്ക് അറിയാത്തൊരു കാര്യമില്ല. അറിയാത്തതായിരിക്കാം നമുക്കാണ്. ഇതിന്റെ പിന്നിൽ എന്താണെന്ന് അറിയാത്തത് നമുക്കാണ്. അതെ, നമുക്ക് എന്തെന്നെ പ്രതിസന്ധികൾ വന്നാലും, എന്ത് തന്നെ വിഷമങ്ങൾ വന്നാലും, എന്ത് തന്നെ സങ്കടങ്ങൾ വന്നാലും പെട്ടെന്ന് എടുത്ത് ചില വാക്കുകളൊക്കെ നമ്മൾ പറയും. അള്ളാഹിനെ പറ്റി മോശമായി വിചാരിക്കും. ഇന്നോടെന്തെങ്കിലും പഠിച്ചു ഇങ്ങനെ ചെയ്തു എന്ന് നമ്മൾ പറയും. മനസ്സിലാണ്ട? നല്ലത് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ, നല്ലത് മാത്രമല്ലേ, നല്ല കാര്യങ്ങൾ മാത്രമല്ലേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ജീവിതത്തിൽ ഒരിക്കലും അള്ളാഹ് നിനക്കെതിരായിട്ടുണ്ടോ എന്നിട്ട് എന്താ എന്നോട് ഇങ്ങനെയെന്ന് നമ്മൾ പറയും. പക്ഷേ നമുക്ക് ഒരു രോഗം തന്നുവെങ്കിൽ, ഒരു സാമ്പത്തിക പ്രതിസന്ധി തന്നുവെങ്കിൽ, നമുക്ക് അള്ളാഹു തആല തന്ന മക്കളെ അള്ള എടുത്തു മരിപ്പിച്ചു, വേണ്ടപ്പെട്ടവരെ മാതാപിതാക്കളെ കൊണ്ടുപോയി, എന്താവട്ടെ ഏത് പ്രതിസന്ധിയാണെങ്കിലും നമ്മളെ മുന്നിൽ കാണുന്ന ഒരു കാഴ്ചക്കപ്പുറം അള്ളാഹിന്റെ ഒരു തീരുമാനം ഉണ്ട്. അത് ഈമാനുമായി ബന്ധപ്പെട്ടതാണ്, തഖ്വയുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഭാഗത്തുണ്ടായിരിക്കണം. ഈ ഈമാൻ ഉറച്ചിട്ടുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിക്കും നമ്മളെ തകർക്കാൻ
ഇനി ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ആയത്തിന്റെ, ഞാൻ ഈ ക്ലാസ്സിൽ പറയാൻ സമയമില്ല, ഈ ആയത്തിന്റെ തദബ്ബുറായിട്ട് വരുന്ന ഒരു ആയത്ത് കൂടി ഖുർആനിലുണ്ട്. ആയത്ത് ഏതാന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ നിർബന്ധമായി ഇപ്പൊ നമ്മളെ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്ത് ഏതാണ്? ഫാത്തിഹ അല്ലെ? അതല്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഓതുന്നത്? ആണോ? ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന സൂറത്ത് അല്ലെ? ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്ത് ഫാത്തിഹ ആണെങ്കിൽ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണ്? അല്ല, അത് ഫാത്തിഹയിലായ ഈ സൂറത്തിലല്ലാതെ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണ്? അല്ലെ? ആ ആയത്തിൽ കുറിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട്, ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട അടുത്തായി. അത് വല്ലാത്തൊരു, ഞാനതിന്റെ ചെറിയൊരു ഭാഗം മാത്രം ഞാൻ അടുത്ത കാര്യം വിശദീകരിച്ചു തരാം. ആയത്തിനെ കുറിച്ച് തദബ്ബുർ ചെയ്യുമ്പോൾ ആയത്തിനെ കുറിച്ച് 9 ജുംലകളുണ്ട്, 9 സെന്റൻസുകളുണ്ട്. ആ സെന്റൻസുകൾ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയും. 4 ഒരു ഭാഗത്ത്, 4 മറ്റൊരു ഭാഗത്ത്, മധ്യത്തിൽ ഒരു ഭാഗം വരും. അത് നമ്മളെ പഠിക്കുന്ന ആയത്തുമായി അതിന് ബന്ധം. അടുത്ത ക്ലാസ്സിൽ ഈ ക്ലാസ്സിൽ അത് തുടങ്ങിയാൽ അവസാനിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ ആ വിഷയം ഇൻഷാ അല്ലാഹ്. അപ്പൊ റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ എന്നത് റബ്ബുനാ യഅലം എന്ന വാക്ക് ഹൃദയത്തിൽ എപ്പോഴും കൊത്തിവെക്കും. എന്തുകൊണ്ടാണ് ഞാൻ ഒരു ആൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പ്രശ്നം ഉണ്ടായത്? അതുകൊണ്ടായിരുന്നു. അതിന് ഉത്തരം പറഞ്ഞാൽ അതിന് ഉത്തരം പറഞ്ഞാൽ ഈ ആയത്തിന്റെ ഉത്തരമായി കേട്ടോളൂ. എന്റെ കേൾവി, ശ്രദ്ധിക്കണേ, ഖുർആനിലെ തദബ്ബുറ പറഞ്ഞു, എന്റെ കേൾവി, ഞാൻ കണ്ട കാര്യം, ഞാൻ കേട്ട കാര്യം അത് സത്യമാവണം. മനസ്സിലായില്ലേ? നിങ്ങളെ പറ്റിയിട്ട് ഒരാളെ പറ്റി ഞാൻ കേട്ടില്ല, എന്നെ പറ്റി നിങ്ങൾ കേട്ടു. ഈ കേട്ട കാര്യം എന്താവണമെന്നില്ല? സത്യമാവണമെന്നില്ല. ഞാൻ പറയാം എന്നെ കണ്ടുകൊണ്ട് ഞാൻ കണ്ടതാണ് എന്ന്. കണ്ടുകൊണ്ട് കണ്ട കാര്യം പോലും എന്ത് ചെയ്യാൻ പറ്റില്ല? വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത് ചിലപ്പോ എന്റെ ആ കാഴ്ച ഒരു പക്ഷേ എന്റെ കണ്ണിന് ഞാൻ കാണുന്നതൊന്നും സത്യമാവുന്നില്ല. ആ കണ്ട കാര്യം പോലും ചിലപ്പോ എന്തായിരിക്കാം, ഞാൻ വിചാരിച്ചുകൊണ്ട് കാര്യമാവില്ല. മനസ്സിലായോ? ഒരു ഇറങ്ങി റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു, ആ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാനെന്റെ മനസ്സിൽ ഉറപ്പിക്കുകയാണ് എന്ത്, അത് ഇന്ന വിഷയമാണ് എന്ന് ഉറപ്പിക്കുകയാണ്. മനസ്സിലായോ? എന്നാൽ കേട്ടോളൂ, അള്ളാഹുവിന്റെ കാഴ്ച, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹു കേൾക്കുന്നവനാണ്, അള്ളാഹു കാണുന്നവനാണ്. ഞാനും കേൾക്കുന്നവനാണ്, ഞാനും കാണുന്നവനാണ്. നിങ്ങളും കേൾക്കുന്നവരാണ്, നിങ്ങളും കാണുന്നവരാണ്. അള്ളാഹു കേൾക്കുന്നവരാണ്, അള്ളാഹു കാണുന്നത്. പക്ഷെ ഈ കാഴ്ച രണ്ടും ഒരേപോലെയാണോ? ആണോ? അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അള്ളാഹു എല്ലാം കാണുന്നവനാണ്. എങ്ങനെ അതിൽ തെറ്റുപറ്റൂല, അതിൽ വീഴ്ച. എന്റെ കാഴ്ചയിൽ തെറ്റുപറ്റാം, എന്റെ കേൾവിയിൽ തെറ്റുപറ്റാം, ഞാൻ മനസ്സിലാക്കിയതിൽ തെറ്റുപറ്റാം. പക്ഷെ തെറ്റുപറ്റാത്ത കേൾവിയും കാഴ്ചയും ആരുടേത് മാത്രം. അതുകൊണ്ടാണ് വലിയ ആരാണ്, ഒരു ഈമാനുള്ള മനുഷ്യന്റെ മിത്രമാരാണ്. ആരാണ്? അതുകൊണ്ടാണ് പിന്നെ ഇത്തരം അവസ്ഥകൾ രാത്രി ഉണ്ടാകുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ടാകുന്നതാണ്. അപ്പൊ നമ്മള് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു, നമ്മളൊരാൾ മനസ്സിലാക്കുന്നില്ല, മനസ്സിലാക്കേണ്ട ഒരാളെ മനസ്സിലാക്കുന്നില്ല. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും വലിയ സങ്കടമാവെന്ന് പറഞ്ഞില്ലേ അല്ലെ? ആ സമയത്ത് പ്രാർത്ഥന ഉണ്ട് ഒരു മുസ്ലിമിന്. എന്താണ് ആ പ്രാർത്ഥന? ഒരു ദുർബലരായ മനുഷ്യൻ, മുസ്തദഅഫീൻ എന്നാണ് അവർക്ക് ഖുർആനിൽ പറഞ്ഞിട്ട്. ദുർബലരപ്പ എന്റെ ഒരു കാര്യം എനിക്ക് അടിച്ചേൽപ്പിക്കാനൊന്നും കഴിയില്ല. ചിലപ്പോൾ ഉള്ള കാര്യമാണെങ്കിൽ എനിക്ക് പവർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സത്യത്തെ മറിച്ച്, ഞാൻ ചെയ്തൊരു തെറ്റ് തന്നെയാണ്, പക്ഷെ അത് മറച്ചു വെച്ച് വേണമെങ്കിൽ ആൾക്കാരെ മുന്നിൽ നന്മയാക്കി കാണിക്കാൻ പറ്റും, പവർ ഉണ്ടെങ്കിൽ. പഠനം ചെയ്ത് ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല,
ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയില്ല. മനസ്സിലാകേണ്ട പറഞ്ഞത്. അപ്പൊ എന്താണ് ഇന്ന മനസ്സിലാക്കില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വിഷം കുടിക്കാനല്ല, കയറെടുക്കാനല്ല, അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുടുംബങ്ങളിലെ ഏറ്റവും വലിയ ആത്മഹത്യകളൊക്കെ പെരുകുന്നതിന്റെ കാരണം എന്താ? ഇന്നത്തെ പ്രശ്നങ്ങളാണ്. കാരണം മുന്നിൽ ഈ ഇരുട്ടായിരിക്കാണ്. അപ്പൊ ഞാൻ കുറച്ച് മുമ്പുകളോട് പറഞ്ഞെന്ന് എനിക്കറിയില്ല. എന്റെ നാട്ടിൽ തന്നെ നടന്നൊരു സംഭവം. ഒരു പെണ്ണ് 2 കുട്ടികളെ കൈപിടിച്ച് റെയിൽവേ ട്രാക്കിലേക്കാണ് പോവാണ്. എന്നിട്ട് വണ്ടി ട്രെയിൻ തട്ടിയിട്ട് ആ കുട്ടികളെ തട്ടിത്തെറിപ്പിച്ച് ഈ സ്ത്രീയും വളരെ ദാരുണമായി കൊല്ലപ്പെടണം. എന്നിട്ട് അവസാനം പരപ്പനങ്ങാടി ചിറമംഗലം എന്ന് പറഞ്ഞൊരു ഭാഗത്താണ് ഉണ്ടാവുന്നത്. അവസാനം തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയ ശേഷമാണ് ഈ പെണ്ണിന്റെ തല എഞ്ചിനോട് കൂടിക്കൊള്ളുന്നത്. എന്താ കാരണമൊന്നുമല്ല. ആ പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ കുറച്ച് ദിനങ്ങളായിട്ട് വളരെ മാനസികമായി പീഡിപ്പിക്കപ്പെടുക. ആ പെണ്ണ് നിരപരാധിയാണ്. ആ പെണ്ണിനെ തെറ്റിദ്ധരിച്ചതാണ്. പക്ഷെ ഇവർ എത്ര പറഞ്ഞിട്ടും ഇവർക്ക് മനസ്സിലാണില്ല. സ്വന്തം ഭർത്താവ്, ഗൾഫിലുള്ള ഭർത്താവ് വരെ വരികയാണെന്നാ പറഞ്ഞതിന് ഇവിടെ ഒഴിവാക്കാൻ വേണ്ടി വരികയെന്നാ മെസ്സേജ് കിട്ടിയത്. സ്വന്തം വീട്ടുകാർ പോലും ഇങ്ങനെ ഇവളെ പറ്റി ആരോടെ പറഞ്ഞപ്പം ആ വീട്ടുകാർ പോലും ഒപ്പം നിൽക്കേണ്ട സ്വന്തം പെരക്കാർ പോലും ഇവളെ കുറ്റപ്പെടുത്തി. കാരണം ഇവളിത് തിരിച്ചു പോകുന്ന ആങ്ങളെടുത്തേക്കാം. ഈ ആങ്ങളാർക്ക് വാപ്പിപ്പേക്കൾ മരിച്ചാൽ പിന്നെ കഴിഞ്ഞ കഥ. എത്ര ആങ്ങളാരായിട്ട് പങ്കന്മാരുണ്ടെങ്കിൽ അവരുടെ വാപ്പിക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വാപ്പിപ്പുണ്ടെങ്കിൽ ഭർത്താവിന് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കേൾക്കൽ വീടില്ല. പക്ഷെ ആങ്ങളാര് മാത്രം ആങ്ങളാർക്ക് പെങ്ങന്മാര് ഭാരാവും. വാപ്പിക്ക് കാണുന്ന പോലെ കാണണമെന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനത്തെ അവസ്ഥ ഒന്നും സ്വന്തം വീട്ടുകാർ വരെ ഇവളെ കുറ്റപ്പെടുത്തിയപ്പോ ഇനി മുന്നിലൊന്നുമില്ല. അവസാനം ആത്മഹത്യ. ആ സമയത്ത് അതേ സമയത്ത് ഈ പെണ്ണിന് ഈമാനുണ്ടെങ്കിൽ, ഖുർആൻ പഠിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ, ആരില്ലെങ്കിലും എല്ലാവരും ഒറ്റപ്പെടുത്തിയാലും റബ്ബനാ വജഅൽ ലനാ മിൻ ലദുൻക വലിയ്യൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറാ. ഈ പ്രാർത്ഥന ഖുർആൻ പഠിപ്പിച്ചതാണ്, റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചതാണ്. കാരണം ഒരു പക്ഷെ പരീക്ഷണമായിരിക്കും, നമ്മൾ ഒറ്റപ്പെടും, നമുക്ക് ചിലപ്പോൾ ആരും ഉണ്ടാവില്ല, എല്ലാവരും കുറ്റപ്പെടുത്തും, എല്ലാവരും കുറ്റം മാത്രമേ പറയുള്ളൂ. ആ സമയത്ത് നമ്മളെ പ്രാർത്ഥന എന്താ? റബ്ബനാ വജഅൽ ലനാ മിൻ ലദുൻക വലിയ്യൻ. പടച്ചോനെ, നിന്റെ ഭാഗത്ത് നിന്ന് എനിക്കൊരു വലിയനെ, എനിക്കൊരു രക്ഷാധികാരിയെ, സഹായിയെ പടച്ചോൻ നീ കൊണ്ട പടച്ചോനെ. വജഅൽ ലനാ മിൻ ലദുൻക നസീറാ. നിന്റെ ഭാഗത്ത് എനിക്കൊരു സഹായിയെ കൊണ്ട പടച്ചോനെ. നസീറും സഹായിയും വലിയും ആരായിരിക്കണം? അല്ലാഹ്. അതാ റബ്ബുനായ എന്റെ റബ്ബിലറിയാം. എന്റെ കണ്ണീര് എന്റെ റബ്ബ് കാണാതിരിക്കൂല, എന്റെ സങ്കടം എന്റെ റബ്ബ് അറിയാതിരിക്കൂല, എന്റെ വേദന എന്റെ റബ്ബ് മനസ്സിലാക്കാതിരിക്കൂല. റബ്ബുനായ പരിശുദ്ധ ഖുർആനിലെ ഓരോ പദങ്ങളും സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരുന്ന വിഷയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുന്നു. ഒരു 10 മിനിറ്റ് കൂടി നിൽക്കണം. 2 കാര്യങ്ങളെ കുറിച്ച് പറയാനുണ്ട്. ഒന്ന്, നമ്മളൊരു ഉംറ പോയിരുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരു യാത്ര പോയിരുന്നു. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് സാഹിബ് 2 മിനിറ്റ് കൊണ്ട് പറയും. ഇതിലേക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മള് ഇത്തരം യാത്രകൾ നമ്മൾ പോകുമ്പോൾ ഒരു ഖുർആൻ പഠിക്കുന്ന ആളുകൾ, നമ്മളിപ്പോ ലക്ഷങ്ങൾ മുടക്കി ഉംറ ഒരു 10 ദിവസം 5 ദിവസം പോയി പോയതിന് പകരം ഖുർആനിനെ തദബ്ബുർ ചെയ്തുകൊണ്ടും പഠിച്ചുകൊണ്ടും ഒക്കെ ഒരു യാത്രയാവുമ്പോൾ അതിന്റെ ഗുണങ്ങൾ. കാരണം എന്താ? ഒന്നാമത്തെ കാര്യം വേറൊന്നല്ല, നമ്മള് ഇപ്പൊ ഞാൻ ഈ മക്കത്തെ ചില കാര്യങ്ങളൊക്കെ കൂടെ പറഞ്ഞത്, നമ്മൾ അവിടെ ചെന്ന് കണ്ടുകൊണ്ട് നമ്മളത് അനുഭവിക്കുന്ന ഒരവസ്ഥ, ഒരു സമയം എന്താണ്, നമ്മളെ ബാക്കിയുള്ള തിരക്കുകളൊക്കെ മാറ്റി വെച്ചു. നമ്മൾ അവിടേക്ക് മാത്രം ലക്ഷ്യം വെച്ച്, മക്ക മാത്രം ലക്ഷ്യം വെച്ച് പോവാണ്, മദീന മാത്രം ലക്ഷ്യം വെച്ച് പോവാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് അവിടുന്ന് കിട്ടുന്ന ഒരു ക്ലാസ്സും അവിടെ നിന്ന് നമ്മുടെ നിൽക്കുന്ന മണ്ണും നമ്മുടെ മനസ്സും എല്ലാം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുമ്പോൾ അവിടുന്ന് ചില കാര്യങ്ങൾ കേട്ടാൽ ഇവിടുന്ന് കേൾക്കുന്ന മതിയാവും. അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയില്ല, അത് അനുഭവിച്ച് ബോധ്യപ്പെട്ടവർക്ക് അത് പറയാൻ പറ്റും. അപ്പൊ നമ്മുടെ യാത്രയിൽ നമ്മൾ അവിടുന്ന് എല്ലാ ദിവസവും, എനിക്ക് മുഴുവൻ ദിവസവും അവരുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല, റബ്ബിന്റെ ഒരു പരീക്ഷണം പോയേണ്ടി വന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു 5-6 ദിവസം നമ്മൾ രാവിലെ ഹറമിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് കുളിച്ചു മാറ്റി വന്നിട്ട് ഹറമിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു ക്ലാസ്, കുറഞ്ഞ സമയം, ഒരു 10-15 മിനിറ്റ് സമയത്തിന്റെ ക്ലാസ്സിലാണ്. ആ ക്ലാസ്സിലെ പ്രസംഗമല്ല, അവിടെ നിന്ന് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ
ഒരു ഹറമിൽ കുറേ സമയം ഇരിക്കുമല്ലോ. അപ്പം ഖുർആനായിട്ട് ബന്ധപ്പെടാനൊക്കെ കൂടുതൽ ടൈം കിട്ടുന്ന സമയം. അപ്പോൾ അവരോട് പിന്നെ ഒരു പരീക്ഷ പോലെ ഒരു ക്വസ്റ്റ്യൻ അവരോട് ചോദിച്ചു. അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ട് ഇത്ര ദിവസത്തിന് മുന്നിൽ എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിൽ അയക്കണം എന്ന് പറഞ്ഞു. ഒരു ചെറിയൊരു ടെസ്റ്റ്, ഒരു പരീക്ഷ. അപ്പൊ എന്താന്ന് വെച്ചാൽ പിന്നെ സൂറത്തുൽ നസ്ർ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അൻ-നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന. ഈ ആയത്ത്, ഈ സൂറത്ത്, ഈ ചെറിയ സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ വലിയ ഒരു സൂറത്തിന്റെ ഷോർട്ടാണ്. പരിശുദ്ധ ഖുർആനിലെ വലിയൊരു സൂറത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ ചുരുക്കമാണ് ഈ പറഞ്ഞത്. അത് ഏതാണ് ആ സൂറത്ത്, എങ്ങനെയാണത് ബന്ധപ്പെടുന്നത് എന്ന് നിങ്ങളൊന്ന് പറയണം എന്ന് പറഞ്ഞു. ഒരു പരീക്ഷ വരെ കൊടുത്തു. അപ്പൊ അതിലെ കുറെ ആൾക്കാർ പ്രതികരിച്ചു. ഒന്ന് രണ്ടാളുകളെ നമ്മളെ ഇസ്മായിലിനെയും അതുപോലെ തന്നെ നസീർക്കെയും അവരൊക്കെ ആദ്യം മറുപടി പറഞ്ഞത്. പക്ഷെ അവര് പറഞ്ഞ സൂറത്തുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സൂറത്തുകൾ തന്നെയാണ്. ഉത്തരം തെറ്റുക വരാൻ പറ്റില്ല, പക്ഷെ പൂർണ്ണമായും അതായില്ല. കാരണം അവരുടെ പിന്നെ അവർ പറഞ്ഞത് ഏറെക്കുറെയൊക്കെ ശരിയാണ്, പക്ഷെ പൂർണ്ണമായിട്ടും അതിലേക്ക് വന്നു. പിന്നെ അതിന്റെ ഉത്തരം പിന്നെ സ്ത്രീകളും പുരുഷന്മാരും വേറെ വേറെ തന്നെ നമ്മൾ ടെസ്റ്റ് കയ്യിൽ ശരിയായ ഉത്തരം അത് പറഞ്ഞത് ഒന്ന് നമ്മളെ പിന്നെ റസാഖ് സാഹിബാണ്. അതിന്റെ ശരിയായ ഉത്തരം അത് ശരിക്കും വിശകലനം ചെയ്തിട്ട് തന്നെ പറഞ്ഞത് പുരുഷന്മാരുടെ ഭാഗത്ത്. സ്ത്രീകളുടെ ഭാഗത്ത് പിന്നെ ഇസ്മായിലിന്റെ മകൾ ഫാത്തിമയാണ്. പിന്നീട് അതിന്റെ വിശദമായ രൂപത്തിൽ വ്യക്തമായിട്ട് അതിന്റെ ഉത്തരവ് പറഞ്ഞത്. പിന്നെ ഷാജിർക്ക സൂറത്തുൽ ഫത്ഹ എന്ന് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അത് എന്താക്കിയില്ല, വാട്സപ്പിൽ പറയാ അല്ലെങ്കിൽ വിശദമായിട്ട് പറയാൻ ചെയ്തില്ല. അപ്പൊ സൂറത്തുൽ ഫത്ഹ, ആ ഫത്ഹ നിങ്ങൾ വായിച്ചാൽ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു ഇന്നാ ഫത്ഹനാ ലക ഫത്ഹൻ മുബീന, അതിൽ പറഞ്ഞ കാര്യങ്ങൾ, അതിൽ ഫത്ഹ്, നസ്ർ, ഇസ്തിഗ്ഫാർ, തസ്ബീഹ്, ഇതാണ് 4 കാര്യങ്ങളാണ്. ഒന്ന് ഫത്ഹാണ് വിജയം, 2 നസ്റാണ് സഹായമാണ്, 3 അതിൽ തസ്ബീഹ് വരുന്നുണ്ട്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, പിന്നെ ഇസ്തിഗ്ഫാർ വരുന്നുണ്ട്. ഈ 4 കാര്യങ്ങളും ഇതിലെ 3 കാര്യം ഈ സൂറത്തിന് ആദ്യത്തെ 2-3 ആയത്തിൽ തന്നെ കാണാം. ഫത്ഹിന്റെ ആദ്യത്തെ 3 ആയത്തിൽ തന്നെ ഇത് കാണാം. പിന്നെ തസ്ബീഹ് അതിന്റെ ഇടയിൽ ഒരു ആയത്തിൽ വരുന്നുണ്ട്. അപ്പം അതിന്റെ മറുപടി പറഞ്ഞിട്ട് സമ്മാനം കൊടുക്കുന്നു അന്ന് അവിടെ വെച്ച് പറഞ്ഞിരുന്നു. അപ്പം ഫസ്റ്റത്തെ ഇവിടുത്തെ ക്ലാസ്സിലൊക്കെ സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ സമ്മാനമാണ് ആദ്യം നിർവഹിക്കാൻ പോകുന്നത്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമ്മളെ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഉന്നതമായി അറിയേണ്ട ചില കാര്യങ്ങൾ ഒരു 2-3 മിനിറ്റ് സമയത്ത് ചെറിയ വിശദീകരണം നൽകും. അതോടുകൂടി നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ അവാർഡ് സമ്മാനം കിട്ടുന്നുണ്ട്. ഫർസാഖിന്റെ സമ്മാനം അത് കൊടുക്കുന്നത് നമ്മളെ റഹീംക്ക്. ഇനി ഫാത്തിമാക്കുള്ളത് നിങ്ങളെ പേര് എനിക്ക് കൊടുക്കണം. അവിടെ തന്നെ കൊടുക്കണം. അവിടെ തന്നെ നമുക്ക് പിന്നെ ഒത്തിരി കൂട്ടായ്മയും അതുപോലെ തന്നെ നമ്മളൊരു കുറെ കുടുംബങ്ങൾ എന്നും നമ്മളെല്ലാ ക്ലാസ്സിലും പങ്കെടുക്കുന്ന കുടുംബമാണ്. അപ്പൊ നമുക്ക് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈമാൻ തത്വത്തെ ഇങ്ങനെ പരമാവധി ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുക. സാഹചര്യങ്ങൾ ചുറ്റുപാടുകളൊക്കെ നമ്മൾ ജീവിക്കുന്നതിനനുസരിച്ചായിരിക്കും. അതിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉറപ്പുവരുത്തുന്നത് ഈമാൻ ഒരിക്കലും താഴോട്ട് പോകരുത്. മരിക്കുന്ന സമയത്ത് ഈമാൻ പൂർണ്ണമായിട്ട് മരണപ്പെടാൻ കഴിയും. അപ്പൊ അതിനുള്ള ഒരു പരിശ്രമമാണ് നമ്മുടെ ഖുർആൻ ക്ലാസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇത് തുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പിന്നെ നമ്മുടെ യാത്രകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക. ഒരു 2 മിനിറ്റ് സമയം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ നല്ല ഉദ്ദേശം നിറവേറ്റുമാറാകട്ടെ. നമ്മളെ ഈ ഉംറ നിർവഹിച്ച ആളുകൾക്ക് അല്ലാഹു മഖ്ബൂലുമായി ഉംറകരമായി അത് കബൂൽ ചെയ്യുമാറാകട്ടെ. എനിക്ക് ശാരീരികമായ കുറച്ച് പ്രയാസങ്ങൾ ഇവിടുന്ന് വന്നതും ചികിത്സയുടെ ഭാഗമായിട്ട് വന്നതും വന്നപ്പോൾ പ്രയാസം നടത്തുന്നുള്ളൂ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊരു വസിയത്തിൽ പറയാണ്.
പഠിതാക്കളെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് സ്വീകാര്യത കിട്ടും. പക്ഷേ നിങ്ങളെ പ്രാർത്ഥന കൊണ്ട് തന്നെയായിരിക്കും വീണ്ടും ഇവിടെ വരാതെ നിൽക്കാൻ എനിക്ക് പറ്റിയത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. തുടർന്ന് നിങ്ങളെ പ്രാർത്ഥന ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും ആരോഗ്യം ആഫിയത്ത് പ്രദാനം ചെയ്യുന്നതാണ്. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാണ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. കേൾക്കാനല്ലേ